പുതിയ ഭരണസമിതി എന്താണ് ആദ്യ അജണ്ടകളിൽ ആദ്യ മീറ്റിംഗ് എപ്പോഴാണ്? അല്ല, ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഡേറ്റ് എല്ലാവരോടും ചോദിച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡേറ്റിൽ നമ്മൾ ആദ്യ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അജണ്ടകളും കാര്യങ്ങളൊക്കെ പുതിയ എന്തെങ്കിലും ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഓരോരുത്തർ വന്ന് ചുമതലയേൽക്കുമ്പോൾ അവരുടേതായ ഒരു രീതിയിൽ ആ സംഭവത്തെ മാറ്റാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പം നമുക്കൊരു വിഷനുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഈ നേരത്തെ ഒരിടയ്ക്ക് സിനിമ ഓരോ മാസവും സിനിമയുടെ കണക്കുകൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇനി ലിസ്റ്റിൻ ജനറൽ സെക്രട്ടറി ആണ്, ഇനി ഉണ്ടാവുമോ? ലിസ്റ്റിൻ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇനി വീണ്ടും വരുമോ? അതോടൊക്കെ നിന്നും പോയിരുന്നു. എല്ലാ മാസവും ഇറങ്ങുന്ന സിനിമകളുടെ കളക്ഷൻ കണക്ക് പുറത്തു വിട്ടിരുന്നു. ഇനി ഉണ്ടാവുമോ? അതോടൊക്കെ നിൽക്കുമായിരുന്നു. അത് ആക്ച്വലി മാർച്ച് മാസം മുതൽ ഞങ്ങൾ നിർത്തിയിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, അതിൻ്റെ അകത്ത് കുറേ ആളുകൾക്ക് താല്പര്യമുണ്ട്, കുറേ ആളുകൾക്കത് താല്പര്യക്കുറവുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളും കമ്മിറ്റിയിലല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരും അത് വേണ്ട, അതെന്തിനാണ് എന്നുള്ള ചോദ്യം വന്നപ്പോൾ, കൂടുതലായിട്ട് വന്നപ്പോൾ നമ്മളത് നിർത്തി. തൽക്കാലം ഉണ്ടാവത്തില്ല. യഥാർത്ഥത്തിൽ ഗുണം ചെയ്തോ? അതെയോ? പലരും അഭിപ്രായം ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർമാരൊക്കെ പുതിയതായിട്ട് വരുന്നില്ല, ആശങ്കയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഗുണകരമാവുകയാണോ അതെയോ എങ്ങനെയാണത്? അങ്ങനെയല്ല, നമ്മൾ ആക്ച്വലി ഒരു നിർമ്മാതാവിന്റെ പേഴ്സണലായിട്ട് നടക്കുന്ന സിനിമയ്ക്ക് സംഭവിക്കുന്ന ബിസിനസ്സുകളെ പറ്റി പറഞ്ഞിട്ടില്ല, തിയേറ്റർ കളക്ഷനെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അപ്പം മൊത്തം കളക്ഷൻ പറയാത്ത എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ചില നിർമ്മാതാക്കൾ എന്താണ് എത്ര രൂപ നടന്നെന്ന് പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ തിയേറ്റർ കളക്ഷൻസ് മാത്രമാണ് നമ്മൾ പുറത്തു വിട്ടത്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമില്ലാത്തവർക്ക് പിന്നെ നമ്മളത് കമ്പൽ ചെയ്ത് വേണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് നമ്മളത് നിർത്തിയത്. അത് ഗുണകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നിർമ്മാതാക്കൾ പറഞ്ഞു അത് ബിസിനസ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ വിടുമ്പോൾ ഒരു അസോസിയേഷന്റെ ലെവലിൽ നിന്ന് അത് വിടുമ്പോൾ സിനിമകൾ ബിസിനസ് ആവാത്ത സിനിമകൾ വരുമ്പോൾ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് നിർത്തിയത്.